Hi everyone, this is Rinsi from Groww Malayalam channel. ഇപ്പോൾ നമ്മൾ ഗ്ലോബലി ബാക്കിയുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് നല്ല റെസിസ്റ്റൻസ് ആണ് കാഴ്ചവെച്ചേക്കുന്നത്. അപ്പോൾ ജൂൺ മിഡ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു സ്ട്രോങ് റാലിക്ക് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 6 മന്ത്സിൽ ഹൈ റിട്ടേൺസ് നൽകിയിട്ടുള്ള 5 ലാർജ് ക്യാപ് സ്റ്റോക്സിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ 100th വരെ റാങ്കുള്ള കമ്പനീസാണ്. അപ്പം നമ്മുടെ മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് വോളറ്റൈൽ ആണ് ലാർജ് ക്യാപ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ 6 മന്ത്സിൽ ഹൈ റിട്ടേൺസ് നൽകിയിട്ടുള്ള ലാർജ് ക്യാപ് കമ്പനീസാണ് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 20,000 crores ആണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഗ്രേറ്റർ ദാൻ 20% ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 0.5 ആണ്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ലാസ്റ്റ് ഇയർ ഗ്രേറ്റർ ദാൻ 10% ആണ്, 5 year സെയിൽസ് CAGR ഗ്രേറ്റർ ദാൻ 10% ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ 6 മന്ത്സിൽ ഹയസ്റ്റ് റിട്ടേൺ നൽകിയ കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 14th September 2022 ആണ്. അപ്പം ഏതൊക്കെയാണ് എന്ന സ്റ്റോക്സ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബിക്കോസ് ഗ്രോ മലയാളം എന്നൊരു ചാനൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മുടെ ചാനലിൻ്റെ ഒരു FB പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ FB പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ലാസ്റ്റ് 6 മന്ത്സിൽ 56.41% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 1954 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് CSF ഫ്രാൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്ന ഡോമിനൻറ്റ് സപ്ലയർ. അപ്പോൾ നമ്മുടെ കമ്പനി ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹോൾഡിംഗ് വരുന്നത് 51.14% ഇക്വിറ്റി സ്റ്റേക്ക് ആണ്. അതുപോലെ തന്നെ ഒരു നവരത്ന ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടിയാണ്. അപ്പോൾ കമ്പനി ഒരു മൾട്ടി പ്രൊഡക്റ്റ്, മൾട്ടി ടെക്നോളജി, അതുപോലെ മൾട്ടി യൂണിറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇവർക്കൊരു 6 പതിറ്റാണ്ടിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഡിഫൻസ് സെഗ്മെന്റിലെ കീ പ്ലെയർ ആണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ സിവിലിയൻ അതുപോലെ എക്സ്പോർട്ട് സെഗ്മെന്റിൽ ഗ്രോയിങ് പ്രസൻസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ ടെക്നോളജി അതുപോലെ ക്വാളിറ്റി എക്സലൻസ് കൊണ്ട് ഇവർക്ക് ഒരു സ്ട്രോങ് റെപ്യൂട്ടേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സുപ്പീരിയർ പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കമ്പനിയുടെ ടേൺ ഓവർ വരുന്നത് 15,044 കോടിയാണ്. അതേസമയത്ത് ഇവരുടെ ഓർഡർ ബുക്ക് വരുന്നത് 57,570 കോടിയാണ്. അപ്പം ആസ് ഓഫ് 31st March 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 8,853 എംപ്ലോയീസ് ആണുള്ളത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് വരുന്നത് 11,984 കോടിയാണ്. അപ്പോൾ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ കമ്പനിയുടെ മെയിൻ റവന്യൂ സ്ട്രീം വരുന്നത് ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, ഇൻകം ഫ്രം സർവീസ്, അതുപോലെ തന്നെ ഇൻകം ഫ്രം എക്സ്പോർട്സ് ആണ്. അപ്പോൾ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി 565 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2021 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ 21-22 കമ്പനിക്ക് പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കമ്പനി ഡിഫൻസ് അതുപോലെ നോൺ ഡിഫൻസ് സെഗ്മെന്റിലേക്ക് ഇൻവോൾവ് ആണ്. ബട്ട് ഡിഫൻസ് ആണ് ഇവരുടെ മേജർ റവന്യൂ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവരുടെ ഡോമിനന്റ് മാർക്കറ്റ് പൊസിഷൻ, അതുപോലെ തന്നെ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്, ആംഡ് ഫോഴ്സിലേക്കുള്ള അസോസിയേഷൻ, ഇവരുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ക്യാപ്പബിലിറ്റീസ് കൊണ്ടൊക്കെ തന്നെ ഇവരുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വർഷത്തിൽ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ടേൺ ഓവറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 6.95% ആണ്. അപ്പം ഇന്ത്യൻ ഡിഫൻസ് സെക്ടറാണ് നമ്മുടെ കമ്പനിയുടെ മേജർ കസ്റ്റമർ. അപ്പോൾ 80% ടേൺ ഓവർ ഇവരാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഡിഫൻസ് പോളിസിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് സ്പെൻഡിങ്ങിലൊക്കെ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് കട്ട് ബാക്ക് വന്നാൽ അത് കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ ഓർഡർ ബുക്ക് പൊസിഷനൊക്കെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഹൈ റിസീവബിൾസ് അതുപോലെ അൺബിൽഡ് റവന്യൂസ് കാരണം കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി പാസ്റ്റിൽ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 335.90 rupees ആണ്. PE റേഷ്യോ വരുന്നത് 29.86 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0 ആണ്. അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 5 year സെയിൽസ് CAGR വരുന്നത് 12.16 ആണ്. അതുപോലെ തന്നെ ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 20.51 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 65.96% ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 14.22% ആണ്. 200 DMA വരുന്നത് 241.85 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 76.2 ആണ്. നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് കമ്പനി വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ്.
അപ്പോൾ കമ്പനി ലാസ്റ്റ് 6 മന്ത്സിൽ 62.35% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൊൽക്കത്ത ബേസ്ഡ് മോദി ഫാമിലി മെമ്പേഴ്സ് ആണ് ഈ ഒരു കമ്പനിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആയിട്ടാണ് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നീട് 2002 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കമ്പനി ബോത്ത് മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിനുള്ള റീറ്റെയിൽ എത്നിക് വെയർ ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം ഇവരുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ത്രൂ ആണ് ക്ലോത്തിങ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി ബ്രാൻഡ്സ് ഔട്ട്ലെറ്റ് ആയ മാനിവർ അതുപോലെ തന്നെ മൊഹേ ബ്രാൻഡ്സ് ത്രൂ ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി അവരുടെ കസ്റ്റമേഴ്സിന് ഒരു ഡെസ്റ്റിനേഷനിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് മെൻസ് ഇന്ത്യൻ വെഡിങ് ആൻഡ് സെലിബ്രേഷൻ വെയർ സെഗ്മെൻറ്റും കൂടിയാണ്. അപ്പം അക്രോസ് ഇന്ത്യ അതുപോലെ തന്നെ ഓവർസീസ്. അപ്പോൾ ഓവർസീസ് എന്ന് പറയുമ്പം USA, കാനഡ അതുപോലെ തന്നെ UAയിൽ ഇവർക്ക് 1.3 മില്യൺ സ്ക്വയർ ഫീറ്റ് റീറ്റെയിൽ ഫുഡ് പ്രിൻറ്റ്സ് ആണ് കമ്പനിക്കുള്ളത്. അപ്പോൾ കമ്പനി ഫോളോ ചെയ്യുന്ന അസറ്റ് ലൈറ്റ് ആൻഡ് ഫ്രാഞ്ചൈസി ലെഡ് എംപ്ലോയി ബയോട്ട് ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് വിത്ത് ഹൈ ക്യാഷ് കൺവേർഷൻ റേഷ്യോ. അത് അവരുടെ ROCയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ലോ ലെവൽ ഒബ്സല്യൂട്ട് അതുപോലെ തന്നെ ഡെറ്റ് സ്റ്റോക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈലി അൺഓർഗനൈസ്ഡ് അതുപോലെ ഫ്രാഗ്മെന്റഡ് ആയ കാറ്റഗറിയിൽ ഓർഗനൈസ്ഡ് പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് വേദാന്ത് ഫാഷൻ ലിമിറ്റഡിന് സാധിച്ചിട്ടുണ്ട്. റീസെന്റ് IPO ത്രൂ അവർ ക്യാഷ് റേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കമ്പനി ലിസ്റ്റഡായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ IPO സൈസ് വരുന്നത് അറൌണ്ട് 3,149 crores ആണ്. അപ്പം എഫക്റ്റീവ് അഡ്വർടൈസിംഗ് ത്രൂ കമ്പനി ഒരു സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റിയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണ് ഫോളോ ചെയ്തേക്കുന്നത്, ലൈക്ക് ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ, ബിൽ ബോർഡ്സ്, മൾട്ടിപ്ലക്സ് ഒക്കെ. അപ്പം ഇക്കണോമിക് ഡൗൺ ടേൺ വന്ന സമയത്ത് കൺസ്യൂമേഴ്സിന്റെ സ്പെൻഡിങ്ങിലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലൈഫ് സ്റ്റൈൽ സ്പെൻഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, മെയിൻലി ക്ലോത്തിങ് ഒക്കെ. അപ്പം ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ വന്നാൽ അത് കമ്പനിയെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡാറ്റ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫിനാൻഷ്യൽ ഇയർ 21 സെയിൽസ് അതുപോലെ തന്നെ പ്രോഫിറ്റിലുണ്ടായ ഇമ്പാക്ട്. അപ്പോൾ വേദാന്ത് ഫാഷൻ ലിമിറ്റഡ് പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ കൺസിസ്റ്റൻ്റ്ലി ഇന്നോവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലയൻറ്റ് പ്രിഫറൻസ് അനുസരിച്ച് ചേഞ്ച് വരുത്തണം. അതേസമയത്ത് അവരുടെ ബ്രാൻഡ് ഐഡന്റിറ്റി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1,444.45 rupees ആണ്. P റേഷ്യോ വരുന്നത് 96.11 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.24 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 11.08 ആണ്. ROE വരുന്നത് 27.81 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് നില്ലാണ്. അതുപോലെ തന്നെ 5 year റിട്ടേൺസ് വരുന്നത് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 1 year കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 1,061.01 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 79.7 ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ തേർഡ് കമ്പനി ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ്. അപ്പോൾ പാസ്റ്റ് 6 months നമ്മൾ നോക്കുകയാണെങ്കിൽ 64.37% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനി. അപ്പോൾ ഫൈൻ ഓർഗാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒലിയോ കെമിക്കൽ ബേസ്ഡ് അഡിക്റ്റീവ്സിൻ്റെ എസ്റ്റാബ്ലിഷ് അതുപോലെ റെപ്യൂട്ടഡ് ഇൻ്റർനാഷണൽ പ്ലെയർ ആണ്. അപ്പോൾ ഫുഡ്, പോളിമേഴ്സ്, കോസ്മെറ്റിക്സിൻ്റെയൊക്കെ അഡിക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലീഡിംഗ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ മാനുഫാക്ചറിംഗ് സൈറ്റിൽ നിന്ന് 0 ലിക്വിഡ് ഡിസ്ചാർജ് ആണ് ഉള്ളത്. അപ്പോൾ കമ്പനിക്ക് ഇത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ അത് അംബർനാഥ്, ബദൽപൂർ, ഡോംബിവലി അതുപോലെ പത്തൽഗംഗയിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നിന്നാണ് 75 രാജ്യങ്ങളിലേക്കുള്ള കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഇവർക്കൊരു ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, ബാക്ക്ഡ് ബൈ ഇൻഹൗസ് ഡെവലപ്പ് പ്രൊപ്രൈറ്ററി ടെക്നോളജി. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ 20-ൽ കൂടുതൽ സയൻറ്റിസ്റ്റ് അതുപോലെ ടെക്നോളജിസ്റ്റുകളാണ് ഉള്ളത്. കമ്പനി വെജിറ്റബിൾ ഓയിൽസിൽ നിന്ന് 450 സ്പെഷ്യാലിറ്റി അഡിക്റ്റീവ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുഡ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്സ്, കോട്ടിങ്സ് അതുപോലെ പല ഇൻഡസ്ട്രിയിലും ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് 850-ലധികം കസ്റ്റമേഴ്സ് അതുപോലെ 180-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും 75-ലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്സും ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് ബോത്ത് പെട്രോ കെമിക്കൽ അതുപോലെ ഫുഡ് സെക്ടറിൽ വെൽ ഡൈവേഴ്സിഫൈഡ് അതുപോലെ റെപ്യൂട്ടഡ് കസ്റ്റമർ ബേസ് ആണുള്ളത്. അപ്പോൾ കമ്പനിയുടെ സെയിൽസ് ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ കമ്പനിയുടെ ഓവറോൾ സെയിൽസിൻ്റെ 5%-ൽ കൂടുതൽ ഒരു കസ്റ്റമേഴ്സും അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ കമ്പനിക്ക് അവരുടെ സപ്ലൈസ് ആയിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് ആണുള്ളത്. അതുപോലെ തന്നെ 65 to 75% കമ്പനിയുടെ റോ മെറ്റീരിയൽ അവർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ മെയിൻ പ്രൊഡക്റ്റ് വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വോളറ്റൈലാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് വെജിറ്റബിൾ ഓയിലിൻ്റെ പ്രൈസിൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിക്ക് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഒരു 55 to 60% സെയിൽസ് വരുന്നത് എക്സ്പോർട്സിൽ നിന്നാണ്. അറ്റ് ദ സെയിം ടൈം ഒരു 30 to 35% റോ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് റെഗുലാരിറ്റി റിസ്ക്കും ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 7,196 rupees ആണ്. P റേഷ്യോ വരുന്നത് 57.49 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.06 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 19.24 ആണ്. ROE വരുന്നത് 30.71 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 123.50 ആണ്. 5 year റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. 200 DMA വരുന്നത് 4,743.83 ആണ്. RSI 14 വരുന്നത് 76 ആണ്.
ഫോർത്ത് കമ്പനി ടിംകൺ ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ലാസ്റ്റ് 6 മന്ത്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 67.39% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിംഗ്സ്, പ്രൈമലി ടേപ്പേർഡ് റോളർ ബിയറിംഗ്സ്, സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ്സ്, അതുപോലെ അതർ ബിയറിംഗ് കമ്പോണൻസ് ആൻഡ് ആക്സസറീസിൻ്റെ മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസിന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി ഈ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ബ്രാൻഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ജാർഖണ്ഡ് അതുപോലെ തന്നെ ഗുജറാത്തിലുണ്ട്. അപ്പോൾ ജാർഖണ്ഡിൽ ജംഷഡ്പൂരും അതുപോലെ തന്നെ ഗുജറാത്തിൽ ബറൂച്ചിലുമാണ്. ഇനി നമുക്ക് ഇവിടെ റവന്യൂ ബ്രേക്കപ്പ് ഇൻ ടേംസ് ഓഫ് ജോഗ്രഫി നമുക്ക് നോക്കാം. ഇപ്പോൾ ഡൊമസ്റ്റിക് 70%, എക്സ്പോർട്സ് 29%, അതുപോലെ തന്നെ അതർ ഇൻകം 1% ആണ്. അപ്പോൾ കമ്പനിക്ക് ടേപ്പേർഡ് റോളർ ബിയറിംഗ്സിൽ ഒരു സ്ട്രോങ് ബേസ് ആണ് ഉള്ളത്. അപ്പോൾ കമ്പനി കസ്റ്റം ആപ്ലിക്കേഷൻ നോളജ് അതുപോലെ പ്രൊആക്റ്റീവ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എൻഗേജ്മെൻറ്റിലൂടെ എനർജി അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ അവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ പല സെക്ടേഴ്സിലേക്ക് പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡിഫൻസ്, മറൈൻ, ഫുഡ് ആൻഡ് ബിവറേജ്, കൺസ്ട്രക്ഷൻ, മൈനിങ്, എയറോസ്പേസ്, അഗ്രികൾച്ചർ, എനർജി, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ക്രോസ് ഇൻഡസ്ട്രി പ്രസൻസും അതുപോലെ ഡി റിസ്ക് റവന്യൂ സ്ട്രീമാണ് ഉള്ളത്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ഇപ്പോൾ പാൻഡമിക് കാരണം ഇന്ത്യൻ ഇക്കോണമിക്ക് ഡൗൺ പോയത് ഇവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അതുപോലെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ കറൻസി വോളറ്റിലിറ്റി അതുപോലെ റോ മെറ്റീരിയൽ പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി ഒക്കെ ഇവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി മേക്കിങ്ങിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് മോഡിഫിക്കേഷൻ ഉണ്ടായാൽ അത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,230.60 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 62.60 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.02 ആണ്. 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 15.85 ആണ്. ROE വരുന്നത് 21.81 ആണ്. 1 ഇയർ റിട്ടേൺ വരുന്നത് 88.43% ആണ്. 5 ഇയർ റിട്ടേൺസ് വരുന്നത് 32.67% ആണ്. 200 DMA വരുന്നത് 2,372.59 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 59.8 ആണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റോക്ക് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ്. അപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസ് 2005 ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലേക്കാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഇൻവോൾവ് ആണ് ഇവർ. അപ്പോൾ കമ്പനി ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ മെമ്പർ അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് 50:50 ജോയിൻറ്റ് വെഞ്ചറിലാണ്. അപ്പം ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷനിൽ എൻഗേജ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർക്ക് 19 ജോഗ്രഫിക് ഏരിയാസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. 216 CNG സ്റ്റേഷൻസ് ഉണ്ട്. EBITDA വരുന്നത് 122.6 കോടിയാണ്. അതുപോലെ തന്നെ 2,999 കിലോമീറ്റർ MDP പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്, അതുപോലെ 827 കിലോമീറ്റർ സ്റ്റീൽ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യയുടെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ 10.53% CAGR ഗ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗ്യാസ് അവൈലബിലിറ്റി അതുപോലെ തന്നെ കൺസപ്ഷൻ ട്രെൻഡൊക്കെ ഗ്രാജുവലി കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് 6 മന്ത്സിൽ കമ്പനി 120.15% റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അറ്റ് പ്രസന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്ലെയർ ആണ് അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ അറ്റ് പ്രസന്റ് അവർക്ക് 33 ജോഗ്രഫിക്കൽ ഏരിയാസിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ 14 പുതിയ ജോഗ്രഫിക്കൽ ഏരിയാസിലും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓതറൈസേഷൻ റെസിപ്റ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലെ ലാർജസ്റ്റ് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയത് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CNG അതുപോലെ PNG സെഗ്മെന്റിൽ ഗവൺമെന്റ് ഗ്യാസ് അലോക്കേഷൻ പോളിസി ഷിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ മാർജിൻ അഫക്റ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ജോഗ്രഫിക്കൽ ഏരിയാസ് ഒക്കെ ഓപ്പൺ ആക്സസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എക്സ്ക്ലൂസിവിറ്റി ഒക്കെ എൻഡ് ചെയ്യാൻ അത് കാരണമാവാം. അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേഷൻ ചേഞ്ച് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസിന്റെ ഇമ്പോർട്ടിന് അൺഫേവറബിൾ ആയിരിക്കും. അതുപോലെ പല ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ സോഴ്സും കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഇവർക്കൊരു ത്രെട്ടാണ്. ഇനി ഇവരുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മാത്രമാണ് ഇവരുടെ ഓപ്പറേഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ റിസ്ക് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി പെർമിഷൻ ഡിലേസ് അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കൊണ്ടൊക്കെ തന്നെ ഇവരുടെ പ്രോജക്ട്സ് ഇംപ്ലിമെന്റേഷൻ ഡിലേ ആവാൻ പ്രോബബിൾ ചാൻസസും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,564.40 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 777.91 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.43 ആണ്. 5 ഇയർ സെയിൽസ് CAGR വരുന്നത് 22.82 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 23.02 ആണ്. 1 ഇയർ റിട്ടേൺസ് വരുന്നത് 159.23% ആണ്. 5 ഇയർ റിട്ടേൺസ് നില്ലാണ്, ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമ്മുടെ ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 200 DMA. അപ്പോൾ 200 DMA വരുന്നത് 2,441.28 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 58 ആണ്. അപ്പം ഇതാണ് ലാസ്റ്റ് 6 മന്ത്സിൽ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത 5 ലാർജ് ക്യാപ് കമ്പനീസ്.
അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ വീണ്ടും നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.